ഗന്ധകം അഥവാ ബ്രിംസ്റ്റോൺ, എബ്രായ ഭാഷയിൽ ഗോഫ്രിത്ത് എന്നാണ് പറയുന്നത്. മൂടുക എന്ന അർത്ഥമുള്ള ഗാഫറിൽ നിന്നുമാണ് ഗ്രോഫിത്തിൻ്റെ നിഷ്പത്തി. എബ്രായ പദത്തിന് കീൽ എന്നും ഗന്ധകം എന്നും അർത്ഥമുണ്ട്. കീൽ അഥവാ പശ കറുപ്പ് നിറത്തിലുള്ളതാണ്. ചില വൃക്ഷങ്ങളിൽ നിന്നുണ്ടാകുന്ന കറ മഞ്ഞ നിറത്തിലുള്ള ഗന്ധകത്തിന് സമാനമാണ്. ഗ്രോഫിത്ത് ഗന്ധകവും ഉൽപ്പത്തി 6:14 കോഫർ കീലുമാണ്. പുറപ്പാട് 2:3 യെശയ്യാവ് 34:9 കീലിന് എബ്രായയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെഫേത്ത് എന്ന മറ്റൊരു വാക്കാണ്. പഴയ നിയമത്തിൽ നിർമൂലനാശത്തിൻ്റെയും നിർജ്ജനതയുടെയും പര്യായമായിട്ടാണ് ഗന്ധകം ഉപയോഗിച്ചിട്ടുള്ളത്. ആവർത്തനം 29:23, ഇയ്യോബ് 18:15, യെശയ്യാ പ്രവചനം 34:9. ചാവുകടലിനു ചുറ്റും യോർദാൻ താഴ്വരയുടെ ഇരുവശത്തും ധാരാളം ഗന്ധകമുണ്ട്. അഗ്നിയോട് ചേർത്തും പഴയ നിയമത്തിൽ ഗന്ധകം പറയപ്പെടുന്നു. ഉൽപ്പത്തി 19:24, സങ്കീർത്തനം 11:6, യെഹെസ്കേൽ പ്രവചനം 38:22. പുതിയ നിയമത്തിൽ ലൂക്കോസ് 17:29, വെളിപ്പാട് 9:17, 14:10, 19:20, 20:10, 21:18 എന്നിവിടങ്ങളിൽ അഗ്നിയും ഗന്ധകവും ഉപയോഗിച്ചിട്ടുണ്ട്. പോൾ കായ്തയോൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.